Assalamualaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി സെറ്റാക്കി വെച്ച സംഭവങ്ങളാണ് കേട്ടോ ഈ ചുറ്റും കാണുന്നത്. ഈ ഒരു നോർമൽ ചെറിയൊരു ബാഗ് ഉണ്ട്, പിന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഇതാ ഈ ഒരു ബക്കറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു വലിയൊരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. ഈ ഇത്രയും സാധനങ്ങളിലായിട്ടാണ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇതിലെല്ലാം എന്താണെന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ ബാഗ് ഉണ്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ ബാഗിൽ നമുക്ക് എന്തെല്ലാം സെറ്റാക്കി വെച്ചിനെന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വലിയ ബാഗിൽ വെച്ച സാധനങ്ങൾ എന്തെല്ലാന്ന് കാണാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമും ഈ ഒരു സെയിം ബാഗ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ആ ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും കണ്ട് കുറച്ചധികം സപ്പോർട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോക്കും അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൽ എന്തെല്ലാന്ന് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബാഗാണ് കേട്ടോ മെയിനായിട്ട് എടുക്കുന്ന ഒരു ലഗേജ് ബാഗ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ 4 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും 2 ഇത് നമുക്ക് പുതപ്പായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടെ ഇപ്പം ഉമ്മയോ അങ്ങനെ ആരെങ്കിലും ആയിട്ടെല്ലാം നിൽക്കുമല്ലോ. അപ്പം എന്തായാലും ഇത് അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ മഴൻ്റെ സീസൺ അല്ല, എന്തായാലും പുതപ്പെല്ലാം ഭയങ്കര അത്യാവശ്യമാണ്. അങ്ങനെ അധികം യൂസ് ആക്കാത്ത ബെഡ്ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റ് വെക്കുന്നുണ്ട്. പിന്നെ വെക്കുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ 2 നൈറ്റിയും പിന്നെ ഇതിന് 2 ഷാളും കൂടി വെക്കുന്നുണ്ട്. രണ്ട് നൈറ്റിയും 2 ഷാളും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ടോട്ടലി ഞാൻ 3 നൈറ്റിയാണ് വെക്കുന്നത്. ഒന്ന് പിന്നെ അവർക്ക് ചോദിക്കുമ്പോൾ കൊടുക്കണമല്ലോ, സിസ്റ്റർ ചോദിക്കുമ്പോൾ, അതുകൊണ്ട് അത് ഇത് മേലെ തന്നെ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് മേലെ തന്നെ വേറെ തന്നെ വെക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ 2 നൈറ്റിയും 2 ഷാളും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു തോർത്തും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു സംഭവം വിട്ടുപോകും. അങ്ങനെ ഇതാ ഇത്രയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ മോളുടെ കുറച്ച് ഡ്രസ്സും പിന്നെ തോർത്ത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പറയാൻ കഴിയല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും വൃത്തികേടായിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കേണ്ടി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ ഇതാ മോളുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 സഞ്ചി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് വെക്കാനും അങ്ങനെ എന്തിനെങ്കിലും എന്തായാലും ആവശ്യമാകും. അപ്പോൾ 2 സഞ്ചിയും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ മോളുടെ കുറച്ച് ഡയപ്പർ വെക്കുന്നുണ്ട്. ഇതും എന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ വെറുതെ ഇവിടെ വാങ്ങിച്ചു വെച്ചതുകൊണ്ട് പിന്നെ വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ എനിക്ക് ആവശ്യമുള്ള 2 പാഡും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ഡെലിവറി ടൈമും വാങ്ങിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച 10 പീസ് പാൻറ്റീസ് ആണ് കേട്ടോ, ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്കിത് ഡിസ്പോസ് ചെയ്യാം, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഈ ഒരു സംഭവം നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എന്നിട്ട് ഞാൻ വേറെ റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 10 പീസാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇനി ഇതേപോലെ ഒരു സെറ്റും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 എന്തായാലും മതിയാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് എത്താണ്ട് എന്നിട്ട് പിന്നെയും വാങ്ങിക്കേണ്ടി വന്നിനേനു. അപ്പോൾ ഇത് ഷോപ്പിലൊന്നും അത്ര അവൈലബിൾ അല്ല തോന്നുന്നു കേട്ടോ. കുറേ ഷോപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പെട്ട് ഞാനും കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ പിന്നെയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കോട്ടൺ ബാക്കിയുള്ളത് അങ്ങനെ എടുത്തതാണ് കേട്ടോ. കോട്ടൺ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും വാങ്ങിക്കേണ്ടി വരും. ഇത് ചെറിയ കുറച്ചേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉള്ളത് അങ്ങനെ എടുത്തതാണ്. പിന്നെ മെയിനായിട്ട് ടിഷ്യൂ പേപ്പർ എന്തായാലും കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. അങ്ങനെ ടിഷ്യൂ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ് ഇതാണ് മേലെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫയലിലാക്കിയിട്ട് എല്ലാ റെക്കോർഡ്സും കൂടി ഒരു ഫയലിലാക്കിയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊന്നും മിസ്സായി പോകൂല. അങ്ങനെ ഒരു ഫയലും കൂടി വെച്ചിട്ട് ഈ ഒരു ബാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വേറെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വെക്കാനുണ്ട്. അങ്ങനെ പിന്നെ ഒരു സോപ്പ് ബോക്സും പിന്നെ ഇതിൽ ഒരു സോപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇത് 10 രൂപൻ്റെ ഒരു വിവൽ സോപ്പാണ്. അങ്ങനെ സോപ്പ് വെട്ടിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സോപ്പ് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയെല്ലാം വെച്ച് ഒരു വൃത്തികേടല്ലേ. അതുകൊണ്ടാണ് കേട്ടോ സോപ്പ് വെട്ടിയെടുക്കുന്നത്. അങ്ങനെ സോപ്പ് വെട്ടിയും സോപ്പ് ബോക്സും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലിൽ കുറച്ച് സോപ്പ് പൊടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് പൊടി എന്തായാലും നിർബന്ധമാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വാഷ് ചെയ്യാനെല്ലാം ഉണ്ടെങ്കിൽ അലക്ക് സോപ്പിനേക്കാളും നല്ലത് സോപ്പ് പൊടിയാണ്. സോപ്പെല്ലാം ആകുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ആയി ആകെ ഒരു വൃത്തികേടാകും. സോപ്പ് പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സോപ്പ് പൊടി എന്തായാലും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ സോപ്പ് പൊടി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് സ്ക്രബ് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഫേസ് വാഷേനും ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഫേസ് സ്ക്രബാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. ആ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്ക്രബ് തന്നെ ആയിരിക്കും തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ് കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോസപ്പിൻ്റെ പേസ്റ്റ് വെക്കുന്നുണ്ട്. പിന്നെ ബ്രഷും കൂടി വെക്കണം കേട്ടോ. ആ ബ്രഷ് പിന്നെ ഇപ്പോൾ വാങ്ങിച്ചതില്ല, അതുകൊണ്ടാണ് ബ്രഷ് ഇപ്പോൾ വെക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ ബ്രഷും കൂടി ഇവിടെ വെക്കും. പിന്നെ ഒരു പിന്നെ ഒരു വിമ്മിൻ്റെ ലിക്വിഡും കൂടി വെക്കുന്നുണ്ട്. നമുക്ക് പ്ലേറ്റ് സ്പൂൺ അങ്ങനെയെല്ലാം എന്തായാലും കഴുകാൻ അത്യാവശ്യമാണ്. പിന്നെ സോപ്പെല്ലാം ആകുമ്പോൾ സ്ക്രബും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി ഒരുമാതിരി ഇതാകുമ്പോൾ കുറച്ചിങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലെ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചാൽ പാത്രം വെറുതെ വെള്ളത്തിൽ കഴുകിയ ഒരു വൃത്തിയാവില്ല. അപ്പോൾ ഇതെന്തായാലും ആവശ്യമാണ്. അങ്ങനെ അതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇതെന്തിനാണെന്നറിയില്ല, അതിൻ്റെ അകത്ത് തന്നെ വെക്കാം. അങ്ങനെ ഈ ഒരു ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു പെയർ സോക്സ് വെക്കുന്നുണ്ട്. അത് എടുക്കാൻ സൗകര്യത്തിന് ഇവിടെ സൈഡിൽ വെക്കുക. ഇതിപ്പോൾ നമുക്ക് നിസ്കരിക്കുന്ന ടൈം എന്തായാലും വേണമല്ലോ സോക്സ്. മുസല്ലയൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ടൊന്നും അത്ര യൂസ്ഫുൾ ആയിട്ടില്ല. അതുകൊണ്ട് മുസല്ല എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സോക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ മുസല്ലയൊന്നും വിസിറ്റ് നിസ്കരിക്കേണ്ട അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നീറ്റൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് മുസല്ല എടുത്തിട്ടില്ല. സോക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ കുറച്ചധികം സാധനങ്ങൾ ഇതിൽ കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് നോക്കാം. അപ്പം ഇതിലെയും സാധനങ്ങൾ മൊത്തത്തിൽ പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിലാണ് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ ഹോള് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ പൊടിയും കാര്യങ്ങളൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഡ്രൈ ഷീറ്റ് വെക്കുന്നുണ്ട്. ഈ ഒരു ഡ്രൈ ഷീറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഇതിങ്ങനെ വെള്ളം കുടിക്കാത്ത ടൈപ്പ് ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ഇത് ബേബിനെ കുളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിരുന്നത്. അപ്പം ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് വേറൊരു ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. അത് നമുക്ക്
ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഡ്രൈ ഷീറ്റാണ്. അപ്പം അത് ഹോസ്പിറ്റലിൽ എടുത്താൽ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ അലക്കാൻ കഴിയില്ല. ഇതാകുമ്പോൾ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഡ്രൈ ഷീറ്റ് എടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം മൊത്തത്തിൽ ബേബിൻ്റെതല്ലേ, പിന്നെ പൊടിയും കാര്യങ്ങളും ഒന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്ത് വെക്കുന്നുണ്ട്. വൈറ്റ് ക്ലോത്ത് എന്തായാലും അത്യാവശ്യമാണല്ലോ. 2 എണ്ണം കുറച്ച് വലിയ സൈസിലുള്ളതും പിന്നെ ബാക്കിയെല്ലാം കുറച്ച് ചെറിയ ചെറിയ സൈസും ആക്കിയിട്ട് വെച്ചതാണ്. നമുക്ക് പുതച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വലിയ സൈസ് ആവശ്യമാണല്ലോ, അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ 2 റിസീവിങ് ബ്ലാങ്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ മോളുടെ തേനു. അപ്പോൾ ഇത് അത്ര അധികം യൂസ് ആക്കിയിട്ടൊന്നുമില്ലല്ലോ, നല്ല അതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതന്നെ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വേറെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം മെയിനായിട്ട് തണുപ്പല്ലേ, അപ്പോൾ കുട്ടി എന്തായാലും നല്ല രീതിക്ക് പൊതിഞ്ഞ് വെക്കേണ്ടി വരും. അതുകൊണ്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 ക്യാപ്പും പിന്നെ ഈ ഒരു ക്യാപ്പും കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ ആ ക്യാപ്പും ഇപ്പം എല്ലാം മൊത്തത്തിൽ എന്തായാലും ഇതെല്ലാം അത്യാവശ്യമാണ്, മെയിനായിട്ട് മഴയായതുകൊണ്ട്. അതുകൊണ്ട് ഇതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് റോംബറായിട്ട് ഒന്ന് ഫുള്ളായിട്ടുള്ള റോംബറും ഒന്ന് ഹാഫ് റോംബറായിട്ടുള്ള 1 ഇല്ലേ, അങ്ങനത്തെ 2 ഡ്രസ്സാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ടൈമെല്ലാം യൂസ്ഫുൾ ആണല്ലോ, അപ്പോൾ അതെന്തായാലും വെക്കണം. അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് ഈ ഒരു നേരിയ വൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ നേരിയ ഒരു ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ പോപ്പീസിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് കട്ടിയുള്ള ഒരു മേലയിൽ കെട്ട് വരുന്ന ടൈപ്പ് 2 എണ്ണം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സിൽ ഇത്രയുമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മിറ്റൻസും ബൂട്ടീസും ഇതെല്ലാം അലക്കി ഇസ്തിരി ഇട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ആ കുട്ടിൻ്റെ ഡ്രസ്സും എല്ലാം മൊത്തത്തിൽ വാഷ് ചെയ്ത് ഇസ്തിരി എല്ലാം ഇട്ടിട്ട് വെച്ചതാണ്, അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മിറ്റൻസും ബൂട്ടീസും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ബേബിൻ്റെ തോർത്തും കൂടി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പാമ്പേഴ്സ്, ന്യൂ ബോൺ പാമ്പേഴ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വാങ്ങിക്കുമ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാം. നമുക്ക് കുട്ടിക്ക് അലർജി ഉണ്ടോ എന്താ ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ ഓരോ ബ്രാൻഡൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ പാമ്പേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പാമ്പേഴ്സിന് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ. അങ്ങനെ പാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ വൈപ്സ്, ബേബി വൈപ്സിൽ തുലിപ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വൈപ്സാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത് റാഷ് ഫ്രീ pH ബാലൻസ്ഡ് എന്നെല്ലാം കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ എൻ്റെ മോക്കൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ വൈപ്സിൽ തുലിപ്സ് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നല്ല ബ്രാൻഡാണെന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈപ്സും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഡാപ്പർ റാഷ് ക്രീം വെക്കുന്നുണ്ട്. ഇത് യൂസ്ഫുൾ ആകുമോ അറിയില്ല, എന്നാലും ചിലപ്പോൾ എങ്ങാനും യൂസ്ഫുൾ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ് വെക്കുന്നുണ്ട് മേലേൽ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ടൈമെല്ലാം നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ അത്യാവശ്യമാണ്, ഹോസ്പിറ്റലിലേക്ക് എന്തായാലും അത്യാവശ്യമായ ഒരു സംഭവമാണ് കേട്ടോ ന്യൂസ് പേപ്പർ. അപ്പോൾ ന്യൂസ് പേപ്പർ നിങ്ങൾ കുറച്ചധികം തന്നെ എടുത്ത് വെക്കുക. അങ്ങനെ ന്യൂസ് പേപ്പറും കൂടി വെച്ച് അപ്പോൾ ഫൈനലി ഈ ഒരു സഞ്ചിയിലുള്ളത് അപ്പോൾ സിസ്റ്റർ ചോദിക്കുമ്പം കൊടുക്കേണ്ട സംഭവങ്ങളാണ് കേട്ടോ. സിസ്റ്റർ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ചോദിക്കും, എനിക്കായാലും കുട്ടിക്കായാലും ഉള്ള എല്ലാ സംഭവങ്ങളും ചോദിക്കും കേട്ടോ. ഓരോ ഹോസ്പിറ്റലെല്ലാം ഫുള്ളി പാക്കേജ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ അങ്ങനെയൊന്നുമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ സാധനം മൊത്തം കൊണ്ടുപോകണം. അപ്പോൾ ഇതിൽ സിസ്റ്റർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നൈറ്റിയും പിന്നെ ഒരു ഷാളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്.
അപ്പോൾ പെട്ടെന്ന് ഇതിനോട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സഞ്ചിയിൽ ആക്കിയിട്ട് വെക്കുന്നത്. ഒരു പാക്കറ്റിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇതങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുന്നത് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്താണ്. ബേബിൻ്റെ വൈറ്റ് ക്ലോത്ത് കണ്ട, ആ 2 വൈറ്റ് ക്ലോത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. ഒന്ന് കുറച്ച് വലിയ സൈസിലും ഒന്ന് കുറച്ച് ചെറിയ സൈസിലുമായിട്ടാണ് വെച്ചത്. ഒന്നിങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ഇങ്ങനെ അരക്ക് കെട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായത്. അപ്പം ഞാൻ ഈ ബാക്ക് പാക്കിംഗ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിയിട്ട് തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടാത്ത കുറച്ച് സംഭവങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം തയ്യാറാക്കിയൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ കാണിച്ച അതേ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രാവശ്യം പോയി അറിഞ്ഞതുകൊണ്ട് എന്തെല്ലാം വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വീഡിയോ തന്നെ നോക്കിയിട്ട് ഞാനിങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ വീഡിയോ നോക്കി, കുറേ റിവ്യൂ നോക്കി, കുറേ കഷ്ടപ്പെട്ടിന് ബാക്ക് പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റിൽ എന്തെല്ലാമെന്ന് വേണ്ടേ നോക്കാം. അങ്ങനെ ഇതാ ഈ ഒരു ബക്കറ്റിൻ്റെ മൂടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലുള്ളത് എന്തെല്ലാമെന്ന് പുറത്തിങ്ങനെ ഇതാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊളിച്ചിട്ട് ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം തിന്നിനെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊളിച്ച സംഭവങ്ങളിലും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഒന്നിങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് അവിടെ ഇവിടെയൊന്നും വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട എടുത്തിട്ടുണ്ടായത്. പിന്നെ കത്രിക എടുത്തിട്ടുണ്ട്. കത്രിക എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. കത്രികയിൽ നിങ്ങൾ എന്തായാലും എടുക്കണം. ഞാനിപ്പോൾ കാണിച്ച എല്ലാ സംഭവങ്ങളും എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സംസം വെള്ളമാണ് കേട്ടോ. അപ്പോൾ സംസം വെള്ളം എന്തായാലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എല്ലാവരും കൊണ്ടുപോകുമായിരിക്കും. കുട്ടിക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ സംസം വെള്ളമാണല്ലോ വായിൽ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് സംസം വെള്ളവും വെളിച്ചെണ്ണ, കത്രിക ഇത്രയും സംഭവങ്ങൾ ഈ ഒരു പാട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബോക്സിൽ ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴത്തിൽ മുക്കിയിട്ടാണ് നോർമലി നമ്മളെല്ലാം സംസം വെള്ളം കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കൽ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു തൂക്കിപ്പാട്ടാന്ന് പറയൂലേ, ഇതുപോലത്തെ ഒരു പാട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളത് ഇതാ രണ്ട് സൈസിലുള്ള സ്പൂണും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കത്തിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മഗ്ഗും കൂടി വെച്ചിട്ടുണ്ട്. മഗ്ഗും ബക്കറ്റെല്ലാം എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ എന്തായാലും അത്യാവശ്യമാണ്. എല്ലാ ഹോസ്പിറ്റലിലും ആവശ്യമായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസും പിന്നെ ഒരു മഗ്ഗും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 സ്റ്റീൽ പ്ലേറ്റും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഇത്രയും സാധനങ്ങളാണ് ക്യാരി ചെയ്തിട്ടുള്ളത്. 2 പ്ലേറ്റ്, ഒരു കപ്പ്, ഒരു ഗ്ലാസ്, ഒരു മഗ്, പിന്നെ ഇതാ ഈ ഒരു പാട്ടയും സംഭവങ്ങളും, പിന്നെ ഇതാ ഈത്തപ്പഴം. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഇത്രയും സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ബാഗിൽ എന്തെല്ലാമാണ് വെച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ നോർമലി പുറത്തെല്ലാം പോകുമ്പോൾ യൂസ് ആക്കുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഇതാ ഇതിൽ ഈ ഒരു പാട്ടയിൽ കുറച്ച് പിന്ന്, ബുഷ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സേഫ്റ്റി പിന്നൊന്നും യൂസ്ഫുൾ ആവില്ല, എന്നാലും ഞാൻ എവിടെ പോകുമ്പോൾ എടുക്കുന്ന ഒരു സംഭവം കേട്ടോ ആ പിന്നെ കുറച്ച് ബുഷ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ബുഷും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഒരു ക്രാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാബ് ഇല്ലാണ്ട് പിന്നെ എനിക്ക് പറ്റില്ല ഗൈസ്. ക്രാബ് എന്തായാലും എനിക്ക് വേണം. അങ്ങനെ ഇതാ ക്രാബ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്പെക്സ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്പെക്സ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കോമ്പ് വെക്കുന്നുണ്ട്. പിന്നെ ഇത് മോളുടെ ഒരു കോമ്പാണ്. പിന്നെ ഇതാ ചെറിയൊരു പൗഡറിൻ്റെ പൗഡർ, ചെറിയൊരു പോൺസിൻ്റെ ഒരു പൗഡർ വെച്ചിട്ടുണ്ട്. പിന്നെ അത്തറ്, പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചാർജർ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ വെച്ചതേ ഉള്ളൂ.
അപ്പോൾ ചാർജറും കൂടി വെച്ചിട്ടുണ്ട്. ചാർജർ ഇപ്പോൾ നമുക്ക് പോകുന്നവരെ എന്തായാലും യൂസ് ആക്കണമല്ലോ. അപ്പോൾ ഇത് വീഡിയോന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ബാഗിലിട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പോക്കറ്റിൽ ഇത്രയും സാധനങ്ങളാണുള്ളത്. പിന്നെ ഇതാ ഒരു പെന്ന് വെച്ചിട്ടുണ്ട്. പെന്ന് എവിടെ പോകുമ്പോൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മോളുടെ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അധികം എവിടെ പോകുമ്പോൾ എടുക്കലുണ്ട്. ചിലപ്പോൾ സ്പൂൺ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ സ്പൂൺ വേണമെന്നല്ല പറയും. പിന്നെ ഇതാ എൻ്റെ ഒരു പേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിത് മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ സ്പെക്സ് ഇങ്ങനെ കലയായി കഴിഞ്ഞാൽ തുടക്കുമല്ലോ, ആ ഒരു ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ബാഗിൽ ഇത്രയും സാധനങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ ഇതാ എൻ്റെ ഒരു പർദ്ദയും ഷാളും കൂടി ഈ ഒരു ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.